ഗാസയിൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 90-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കാനും നിരായുധീകരിക്കാനും ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ഇസ്രയേൽ സൈന്യം ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗാസയിലെ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളിൽ പലസ്തീൻ കുട്ടികളുടെ ചിത്രങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പോലീസ്. വ്യാഴാഴ്ച സ്റ്റാൻഡിംഗ് ടുഗദർ എന്ന സംഘടന നടത്താനിരുന്ന പരിപാടിയിലാണ് പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. പരിപാടിക്ക് മുന്നോടിയായി പ്രതിഷേധ റാലികളിലും മറ്റും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഘടകങ്ങളുടെ പട്ടിക ഇസ്രയേൽ പോലീസ് പുറത്തുവിടുകയായിരുന്നു. ഗാസയിൽ നിന്നുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ, തടവുകാരെ പ്രതിനിധീകരിക്കുന്ന ഫോട്ടോകൾ, വംശഹത്യ, വംശീയ ഉന്മൂലനം തുടങ്ങിയ വാക്കുകളുടെ ഉപയോഗം എന്നിവയ്ക്കാണ് പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഹാരറ്റ്സിന് ലഭിച്ച പോലീസ് കത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇതോടെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സ്റ്റാൻഡിംഗ് ടുഗദർ രംഗത്തെത്തി. പ്രതിഷേധത്തെ പോലീസ് രാഷ്ട്രീയവൽക്കരിക്കുന്നു. യുദ്ധത്തെയും സർക്കാർ നയങ്ങളെയും കുറിച്ചുള്ള പൊതുജന വിമർശനത്തെ സെൻസർ ചെയ്യാനാണ് അധികാരികൾ ശ്രമിക്കുന്നതെന്നും സംഘടന പ്രതികരിച്ചു. സംഭവം വിവാദമായതോടെ തീരുമാനത്തിൽ നിന്ന് പോലീസ് പിന്മാറിയതായി ടൈംസ് ഓഫ് ഇസ്രായേലിനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. വിലക്ക് നേരിട്ടവയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പ്രതിഷേധ സംഘടനയ്ക്ക് പോലീസിൽ നിന്ന് പുതിയ നിർദ്ദേശം ലഭിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 51,000-ലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 15,000-ലധികം കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. അടുത്തിടെ കുട്ടികളെ സംബന്ധിച്ച ഏറ്റവും മോശമായ വർഷം 2024 യൂണിസെഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു. വാക്സിൻ ലഭ്യതയിലെ കുറവ്, പോഷകാഹാരക്കുറവ്, ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യതയില്ലായ്മ, സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ അഭാവം തുടങ്ങിയവ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിച്ചുവെന്നും യൂണിസെഫ് പ്രതികരിച്ചിരുന്നു. യുദ്ധത്തിനിടയിൽ വാക്സിൻ ലഭിക്കാതെ വന്നതോടെ ഗാസയിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ ബാധിച്ചിരുന്നു. 25 വർഷത്തിനു ശേഷം ആദ്യമായാണ് ഗാസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് പോളിയോ ബാധിച്ച കുഞ്ഞ് തളർന്ന അവസ്ഥയിലേക്കുമെത്തി. ഗാസയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് പോളിയോ കൂടുതലായും ബാധിക്കുന്നത്. മരുന്നുകൾ, ശുചിത്വ പരിപാലന ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്, മലിനജലം, സംസ്കരിക്കാത്ത മൃതദേഹങ്ങൾ എന്നിവയെല്ലാം രോഗവ്യാപന സാധ്യത കൂട്ടുകയാണ്. നിലവിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് കുട്ടികളുടെ അതിജീവനത്തിന് കൂടുതൽ വെല്ലുവിളിയായിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് പ്രത്യാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഗാസയ്ക്കെതിരായ ആക്രമണം ഇസ്രയേൽ ശക്തമാക്കിയത്. ഇതിനെ തുടർന്ന് പലസ്തീനുകളും പലസ്തീൻ അനുകൂല സംഘടനകളും സംഘടിപ്പിച്ചിരുന്ന പ്രതിഷേധ പരിപാടികൾക്ക് ഇസ്രയേൽ പോലീസ് അനുമതി നിഷേധിക്കുകയായിരുന്നു. നിരവധി പ്രതിഷേധ റാലികളിൽ നിന്നും ഇസ്രയേൽ പോലീസ് വംശഹത്യ ബാനറുകളും പോസ്റ്ററുകളും പിടിച്ചുവെക്കുകയും ചെയ്തു. അതേസമയം റഫേൽ നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിൽ അമ്മയും മകളും ഉൾപ്പെടെ 4 പേർ കൂടി കൊല്ലപ്പെട്ടതായി മൃതദേഹങ്ങൾ കൊണ്ടുവന്ന യൂറോപ്യൻ ആശുപത്രി അറിയിച്ചിട്ടുണ്ട്. ഗാസയിലുടനീളം ആക്രമണം ശക്തമാക്കുമെന്നും സ്ട്രിപ്പിനുള്ളിലെ വലിയ സുരക്ഷാ മേഖലകൾ കൈവശപ്പെടുത്തുമെന്നും ഇസ്രയേൽ പ്രതിജ്ഞയെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.